ആഹാ, തമ്പി സാറോ? ബസ്സിലാണോ വന്നേ? എങ്കിൽ റോഡിലോട്ട് വരുമായിരുന്നല്ലോ. പിള്ള സാറൊന്നും പറഞ്ഞില്ല. രാവിലെ പിള്ള സാറിനെ തല്ലി ഓടിച്ചില്ലേ? ചെല്ലടാ, നീ ചെന്നാലേ തമ്പി സാറിന് പറ്റത്തുള്ളൂ എന്ന് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ. കേട്ടോ സാറേ, നമ്മുടെ കട്ടമ്പലി കുട്ടപ്പൻ ഇങ്ങോട്ട് വരെ ഐഡിയ ഉണ്ടായിരുന്നു. പിള്ള സാർ സമ്മതിച്ചില്ല. വരട്ടെ എടാ, വിശ്വംഭരനെ സാറിന്റെ പാങ്ങും പടുതിയും ഒക്കെ അറിയാവുള്ളൂ എന്ന്. നേരാ എന്റെ പൊന്നു സാറേ, ഞാൻ രാവിലെ വന്ന് എന്ത് പാടുപെട്ടെന്നോ ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? അതൊട്ടില്ല താൻ. പിന്നെ സാറിന് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തപ്പോ ഞാൻ എന്ത് ചെയ്യും? സാർ വരണം. എന്റെ കൃതികളിലും സാറിന്റെ ശൈലിയുടെ ഒരു ഇതുണ്ടെന്നാ എല്ലാരും പറയുന്നത്. വന്നു പോകും, സ്വാഭാവികം. തന്റെ കൃതിയോ? ആ, ഞാനും ചില ഏകാംഗങ്ങൾ ഈയിടെ എഴുതി തുടങ്ങി സാറേ. വായനശാല വാർഷികത്തിന്, അയ്യപ്പൻ ചെറുപ്പിന്. പൊന്നു സാറേ, അബദ്ധത്തിന് പോലും ഇക്കാര്യം പിള്ള സാറിനോട് പറയല്ലേ. എന്താ തന്റെ പരിപാടി? എനിക്കെന്ത് പരിപാടി, പഴയത് തന്നെ. സാറിന്റെ കാര്യങ്ങൾ നോക്കിയിരിക്കുക. ഊണുണ്ടോ സാർ? വേണ്ട, ഞാൻ കഴിച്ചു. ഓഹോ, ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ ചെന്ന് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും. എനിക്കൊന്ന് കിടക്കണം, നേരത്തൊക്കെ വൈകിട്ടാ. അപ്പൊ ഈ പെട്ടി അടച്ചേ. അപ്പോഴേക്കും ഞാനും എത്താം, പതിവ് ചിട്ടവട്ടങ്ങളോടെ. രൂപയും 50 പവന്റെ സ്വർണവും തന്ന എന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്റെ മോനൊരു സ്കൂട്ടറും പിന്നെ ഒരു ഫ്രിഡ്ജും തരാൻ നിന്റെ അച്ഛൻ പറഞ്ഞല്ലേ? നീ ചോദിച്ചോ? വീടും പറമ്പും വിറ്റാലുടനെ അത് ഇവിടെ എത്തിച്ചു തരാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അച്ഛൻ പറഞ്ഞാൽ വാക്ക് മാറ്റുന്നവനല്ല. ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടല്ലോ അമ്മേ, അതിന് പകരം ഒരു വാഷിംഗ് മെഷീൻ തരാൻ പറ. തുണി അലക്കുന്ന യന്ത്രം അതിന്റെ ആവശ്യമില്ലല്ലോ മോളെ, ഇവളുണ്ടല്ലോ ഇവിടെ അലക്കാൻ. അതിനല്ലമ്മേ, എന്നെ കെട്ടിച്ചുടുമ്പോ എനിക്ക് അതും കൊണ്ട് പോവാലോ. അത് നേരാ, ഞാൻ ഓർത്തില്ല. എന്നാ പിന്നെ ഐസ് വെട്ടിക്ക് പോയാൽ അലക്കുപെട്ടി പോയി നിന്റെ അച്ഛൻ ഇന്നേ എഴുതിയേരെ. ഒരാഴ്ചക്കുള്ളിൽ സാധനം ഇവിടെ എത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ എത്തിയില്ലെങ്കിൽ ഇവളുടെ ഏത് ഭാഗത്താ മോനെ നീ ഇടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നേ? ഇടി നിർത്തിയമ്മേ, ഇനി തൊഴിക്കാം. ഇവളുടെ അടി വയറ്റിനിട്ട് തൊഴിക്കാം. എന്റെ വയറ്റിൽ നിങ്ങളുടെ കുട്ടിയുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ തന്നെ തൊഴിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. നിങ്ങളൊരു ഭർത്താവാണോ? അല്ലടി, ഞാൻ എന്റെ അമ്മയുടെ മകനാ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ. നീയാണടാ ശരിയായ പുരുഷൻ. ഇവിടെ അച്ഛൻ പറഞ്ഞ സാധനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ നീ എങ്ങനെയാ ഇവിടെ തൊഴിക്കാൻ വന്ന് കാണിച്ചേ? താനടിക്കുന്നില്ലേ? എടുത്ത് കഴിക്കണോ? സാറ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഇവിടെ വന്നു. കഴിഞ്ഞ കൊല്ലം വന്നു. നമ്മൾ നാടകം എഴുതുകയും ചെയ്തു, നല്ലവണ്ണം ഓടുകയും ചെയ്തു. പക്ഷെ അന്നും തുടങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ട്രബിൾ. ആര് വന്നേച്ചു പോയപ്പോഴാ സാറിനൊരു മൂഡ് വന്നത് ഓർമ്മയുണ്ടോ? താൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, വേറൊരാള് വന്നില്ലേ? വിളിച്ചോണ്ട് വരട്ടെ? വേണ്ടടോ, അതൊക്കെ വെറുതെ മെനക്കേടാവും. ഒരു മെനക്കേടുമില്ല സാറേ. സാറെന്ന് പറയുമ്പോ അവക്ക് വലിയ സന്തോഷമാകും. അവിടെ നാടകത്തിന് വന്നിരുന്നു, വിളിച്ചോണ്ട് വരട്ടെ? എന്നാലും ചെയ്.
ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? കേറിക്കോ. വിശ്വംബരം പോയോ? എന്തിനാ പേടിക്കുന്നേ? വാ, നമുക്ക് ആ മുറിയിലോട്ട് പോവാം. ഇവിടെ സ്ത്രീകൾ ആരുമില്ലേ? അതുകൊണ്ടാണല്ലോ വരാൻ പറഞ്ഞു. വാ. ദേ, ഇവിടെ വേണ്ടാത്ത ജാടയൊന്നും വേണ്ട. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാവനെ. സാർ സാറേ സാറേ അവളവിടെ ഇല്ല സാർ. 8 മണിയായപ്പോഴേ ആരോ ഒന്ന് വിളിച്ചോണ്ട് പോയത്. അല്ല, കുറ്റം എന്റേതാ. സാറ് വരുന്നെന്നറിഞ്ഞ് ഞാൻ നേരത്തെ ഒന്ന് പോയി പറഞ്ഞു വെക്കേണ്ടതായിരുന്നു. ഇന്ന് രാത്രി സാർ ഒന്ന് ക്ഷമിക്കും. നാളെ ഞാൻ എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ തപ്പിക്കൊണ്ടുവരാം. അപ്പൊ നമുക്ക് കിടക്കാം, ഇല്ലയോ? അല്ല, വിശ്വംബരം പോയിക്കോ. എങ്ങോട്ട്? താൻ ക്യാമ്പിൽ പോയി കിടന്നു. അയ്യോ സാറേ, ഞാൻ കൂടെ നിന്നില്ലെന്ന് പറഞ്ഞാൽ പിള്ള സാറ് ചൂടാവും. അയാളെ രാവിലെ അല്ലേ വരത്തുള്ളൂ. താൻ പോയിക്കോ. ഞാനേ ഒറ്റക്കിരുന്ന് എന്തെങ്കിലും എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ. സാർ ഒറ്റയ്ക്കിരുന്ന് എഴുതിക്കോ. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. ഞാൻ ആ മുറിയിലെങ്ങാനും കിടന്നോളാം. വേണ്ടോ, താൻ ഇവിടെ കിടക്കണ്ട. താൻ പോയിക്കോ. എനിക്കറിയാം സാറിന് എന്നോട് ദേഷ്യം കാണും. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി അത്താഴമില്ലെന്ന് പറഞ്ഞവനാണല്ലോ ഞാൻ. ഞാൻ ഒന്നുകൂടി പോയി ആരെങ്കിലും തപ്പട്ടെ. ആരെയും തപ്പൊന്നും നോക്കൊന്നും വേണ്ട. താനൊന്ന് പോയി തന്നാ മതി. നല്ല ഇരുട്ട്. ഞാൻ പോണോ? ആ, പോണം. എന്നാ പോവാ. പോണോ? ലാഭമില്ല. നീ ആരാ? നീ എവിടെ നിന്ന് വരുന്നു? ആരാന്ന് പറയണേ? ദേ, കൂടുതൽ അഭിനയൊന്നും ഇവിടെ വേണ്ട. ഞാനിതൊക്കെ കുറെ കണ്ടതാ. വാ, നമുക്ക് ആ മുറിയിലോട്ട് വാ. എന്നെ തുടരുത്, ദൈവത്തെ ഓർത്ത് എന്നെ തുടരുത്. എന്നാ പിന്നെ ഇറങ്ങിപ്പോ. ഇറങ്ങടി. എന്നെ ഇറക്കി വിടരുത്. ഞാൻ വെളുപ്പിനെ പോയിക്കൊള്ളാം, പ്ലീസ്. ഞാൻ നേരം എടുക്കുന്നവരെ നിന്നെ കണ്ടോണ്ടിരിക്കണോ? ഇറങ്ങടി. എന്നെ ഇറക്കി വിടരുത്. വിട്ടാൽ അവരെന്നെ കൊല്ലും. ആര്? അതൊന്നും ഞാൻ പറയില്ല. ഞാൻ ഈ രാത്രി ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. പുറത്തിറക്കി വിടാതിരുന്നാൽ മതി. ആ, കഥ അടച്ചേക്ക്. വെളുക്കും മുമ്പ് പോയിക്കോണം.
നേരം വല്ലാതെ വെളുത്തുവല്ലോ. വല്ലാതെ വെളുത്തിട്ടൊന്നുമില്ല. 8 മണിയാകുന്നേ ഉള്ളൂ. വേഗം സ്ഥലം വിട്. ഉറങ്ങിപ്പോയി. നേരം വെളുത്തത് അറിഞ്ഞില്ല. ഇനിയിപ്പോ ഇവിടെ കുളിച്ച് താമസിക്കാവുന്നതാ. വേഗം സ്ഥലം വിട്. എന്നെ കാണാൻ ഇവിടെ കുറെ ആളുകൾ വരും. ഇറങ്ങ. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. സാറേ സാറേ സാറോ തമ്പി സാറേ സാർ തമ്പി സാർ സാറേ തമ്പി സാറേ. ഞാൻ വിചാരിച്ചു സാർ എഴുന്നേറ്റ് കാണില്ലെന്ന്. രാത്രി മുഴുവൻ തകർത്തടിച്ച് എഴുതി കാണും. ഒരു 4 രംഗമെങ്കിലും തീർന്നിരിക്കും അല്ലേ സാർ? ഇതാണ് സാർ മുഖത്തൊരു കള്ള ലക്ഷണം. കള്ള ലക്ഷണം? ആ ചെമ്പരനില്ലെങ്കിലും സാർ എഴുതുമല്ലേ? എത്ര രംഗം എഴുതി സാർ? ആ കുറച്ച് എഴുതി. ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. താനൊരു കാര്യം ചെയ്യ്. ഈ ഫ്ലാസ്കും പേപ്പറും ഒക്കെ വെച്ചിട്ട് പോയിക്കോ. എന്നെ കാണാം. എന്നാ ഈ പേപ്പർ അകത്ത് വെച്ച ഇവിടെ വെച്ചാ മതി. ഇതൊന്നാണ് സാർ മനുഷ്യൻ ഒരുമാതിരി. ഞാൻ പറഞ്ഞില്ലേ വിശ്വംബര, ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആകെ കുഴയും. ശരി ഞാൻ പോയേക്കാം. ആ ഉച്ചയാകുമ്പോ പിള്ള സാറിങ്ങി വരും. എന്തിന്? എന്താ വരണ്ടെന്ന് പറയണോ? ഒന്നും പറയണ്ട. എന്നാ വൈകിട്ട് ഞാൻ വരും. ഇന്നലത്തെ കേട് തീർക്കണ്ടേ? വേണ്ടോ, അതൊക്കെ ഡിസ്റ്റർബൻസ് ആവും. എന്താണ് സാർ പുതിയൊരു ഡിസ്റ്റർബൻസ്? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. താൻ പോ. ഇത് പറയണത് പോടോ. ഏയ് എന്നോട് ഇറങ്ങിപ്പോവാൻ പറയരുത്. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവരെന്നെ കൊല്ലും. ആര് കൊല്ലുന്നു? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാണല്ലോ. ആരാ കൊല്ലാൻ വരുന്നേ? എന്നോടൊന്നും ചോദിക്കരുത്. ഞാനൊന്നും പറയില്ല. രാത്രിയാവുമ്പോ ഞാൻ പോയിക്കോളാം. ഉച്ചക്ക് പിള്ളേച്ചൻ വരുമ്പോ ഞാൻ എന്ത് സമാധാനം പറയുന്നു? നീ ആരാന്ന് പറ വച്ചേ. ആരും അറിയില്ല സാർ. ഞാനിതിനകത്തിരുന്നോളാം. സന്ധ്യാകുമ്പോ പൊയ്ക്കോളൂല്ലോ. വിശക്കുന്നുണ്ടോ? പല്ലുതൊക്കെ കുളിക്കാന്ന് വെച്ച് ചെയ്. സൂക്ഷിച്ചും കണ്ടും വേണം. ഞാൻ മാനമര്യാദക്ക് ജീവിക്കുന്നവനാ. രണ്ട് ഇട്ട് കഴിച്ചോ. നല്ല വിശപ്പ് കാണും. അവിടെ ഇരുന്ന് കഴിച്ചോ. സാറിനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതൊന്നും സാരമില്ല. കഴിച്ചോ. എന്താ പേര്? പറയാൻ മടിയുണ്ടോ? വനിത. ഇന്നലെ രാത്രി നിന്നെ കണ്ടിട്ട് ഒരു അലവലാതി പെണ്ണാണെന്ന് എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ പാതിരാത്രി ഒറ്റക്കരം കറങ്ങൂ. പക്ഷേ ഇപ്പൊ കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞോളാന്ന് തോന്നുന്നു. എന്താ നിന്റെ പ്രശ്നം? നീ എവിടെന്നാ വരുന്നത്? ദയവ് ചെയ്ത് സാറിനോടൊന്നും ചോദിക്കരുത്. ഞാനൊന്നും പറയില്ല. പിന്നെ വേണ്ട. കഴിച്ചിട്ട് ആ മുറി തന്നെ കയറിയിരുന്നോ? ഇരുട്ടുമ്പോഴേക്കും സ്ഥലം വിട്ടോണം.